ഈ 2ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് ഈ ചാക്കോൻ ചേട്ടൻ്റെ വീട്ടിൽ മേടിച്ച് പലിശ അടയ്ക്കാൻ മേടിച്ചിരുന്ന ഇത് കൊടുക്കണമായിരുന്നു. ആ സമയമൊക്കെ ആയപ്പോഴേക്കും അമ്മ കുഞ്ഞുഞ്ഞമ്മ ചേട്ടത്തിയുടെ കൂട്ടത്തിൽ കല്ല് ചുമക്കാനും മണൽ വാരാനും അങ്ങനെ കട്ടിപ്പണികൾക്ക് പോകാൻ തുടങ്ങി, കട്ടൻസ് ചുമക്കാനും ഒക്കെ. അപ്പം അന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ ചുമ്മാട് കെട്ടാനായിട്ട് പെണ്ണുങ്ങൾ അവരവർ തന്നെ ചുമ്മാട് കെട്ടണം. ഈ വാഴയുടെ പോളയുടെ വാഴവള്ളികളൊക്കെ ചേർത്ത് വെച്ച് കെട്ടിയാണ് ചുമ്മാടുണ്ടാക്കുന്നത്. പിന്നീട് അത് കുട്ടിച്ചാക്കുകൾക്കുണ്ടായി. കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, കാലത്തിനനുസരിച്ചല്ലേ ഓരോന്നും മാറുക. പിന്നത്തെ വർഷമാകുമ്പം തീർച്ചയായിട്ടും ഈ 1300 പലിശ കൂടാതെ മൊത്തവും അടച്ചു തീർക്കണം. അവിടെ അമ്മയുടെ ജാമ്യം അവിടെ നിൽക്കുക. അങ്ങനെയും കാണും. 3ാം ക്ലാസ് തീരുന്ന സമയം കണ്ട അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മ ഈ 2ാം ക്ലാസ് കഴിഞ്ഞ് 3ൽ കയറിയപ്പോഴേക്കും ഇത് അടച്ചു തീർക്കണമെങ്കിൽ എങ്ങനെയാകും എന്നുള്ളൊരു ഇഷ്യൂ വന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അക്കാലത്ത് നേഴ്സറി ടീച്ചർ ട്രെയിനിങ്ങിന് പോയ പാമ്പാക്കട ഒരു ലൈസ് ചേച്ചിയുണ്ട്. ഞങ്ങളൊക്കെ ലൈസ് ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അവരുടെയൊക്കെ വീട്ടിൽ അമ്മ പണിയാൻ പോകുന്നതായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരത്തി ഒരു പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, തൃശ്ശൂരടുത്ത് കാളത്തോട്ടിലാണ് അവർ ട്രെയിനിങ്ങിന് പോയത്. അവിടെ അടുത്ത് പിള്ളേരെ നോക്കുന്നൊരു സ്ഥാപനമുണ്ടെന്ന്. അപ്പോൾ അവിടെ അവരുടെ തന്നെ സ്കൂളുണ്ട്. സ്പെഷ്യൽ ഫീസ് പോലും അടയ്ക്കേണ്ട. വർഷത്തിൽ 3 പ്രാവശ്യം 2-3 രൂപയുടെ ഒരു തുക വരുന്നൊരു സ്പെഷ്യൽ ഫീസ് എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും അക്കാലത്തുണ്ട്. മറ്റ് സ്കൂളിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുപോലും പാറത്തോട്ടിലെ സ്കൂളിൽ കൊടുക്കേണ്ട പോലെ നമുക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഞങ്ങളെ ആ അനാഥശാലയിലാക്കാൻ തീരുമാനമെടുത്തു. ഏറ്റവും മൂത്തയാൾ അമ്മയുടെ കൂടെ നിൽക്കും. കാരണം മുതിർന്ന ഒരാൾ അമ്മയുടെ കൂട്ടത്തിൽ നിന്നില്ലെങ്കിൽ അമ്മ തന്നെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായും അവൾ പുരുഷന്മാരെ വീട്ടിൽ വരുന്നുണ്ട് എന്നൊരു തീരുമാനം നാട്ടുകൂട്ടം എടുക്കും, ഇല്ലെങ്കിലും പള്ളിക്കൂട്ടം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മയെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതും ഒരു കൂട്ടിനുമൊക്കെ ആയിരിക്കണം ജെസ്സിയെ കൂടെ നിർത്തി. ജെസ്സിക്ക് അപ്പോൾ ഒരു 12 വയസ്സുണ്ടല്ലോ, 11-12 വയസ്സുണ്ട്. ലാലിയും ഞാനും ബിന്ദുവും അമ്മയുടെ കൂട്ടത്തിൽ അന്ന് കാളത്തോട്ടിന് പോവുക. അപ്പോൾ ഈ ലൈസ്യാൻറ്റി പറഞ്ഞത് അവിടെ നല്ല ഇതാണ്, നമുക്ക് പിള്ളേർ നോക്കുന്നുണ്ട്, അപ്പോൾ അത്യാവശ്യം പൈസ ശേഖരിക്കാം, അതിലൂടെ ബാങ്കിൽ ലോണൊക്കെ അടച്ച് തീർത്ത് കംഫർട്ടബിളായി പിന്നെ വീട് ഇങ്ങനെ എപ്പോൾ വീഴാനും തയ്യാറായിരിക്കുക. പറമ്പിൽ മേച്ചിൽപ്പുല്ല്, പറമ്പിൻ്റെ ഏറ്റവും മുകളിൽ കുന്നേൽ മേച്ചിപ്പുല്ലുണ്ട്. അപ്പോൾ അത് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരികയില്ല. മേയാൻ പുല്ലുണ്ട്. പക്ഷേ ആ പുല്ല് പോലും പകുതിയും അമ്മ വിൽക്കുക. അപ്പം പലപ്പോഴും ഇത് മേയാറുമില്ല. ഈ ഉള്ളതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഇങ്ങനെ നമ്മൾ കിടക്കുമ്പോൾ ചോർന്നിറങ്ങിയിട്ട് ഈ മുറിക്കകത്ത് നിറച്ചിങ്ങനെ കലങ്ങളും പാത്രങ്ങളും ഉള്ളത് എണ്ണത്തിൽ വളരെ കുറവാണ്. അതൊക്കെ ഒരു ചെരുവൊക്കെ വെച്ച് പരിപാടി നടത്തുക. ഈ അപ്പം പോയ കാലത്ത് തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ പണിക്ക് പോകാൻ നാണമായിട്ടൊക്കെ ആയിരിക്കണം അവിടെ ഒരു ചെമ്പുകലം, ചെമ്പേട്ടി, കിണ്ടി, കോളാമ്പി, ഉന്നത കുലജാതർക്ക് കെട്ടിച്ചു വിടുമ്പോൾ കൊടുത്തു വിടുന്ന സാധനങ്ങൾ, അതൊക്കെ ഈ സ്ത്രീധനത്തിനെ കൂടാതെ അതൊക്കെ ഓരോന്നോരോന്ന് അടുത്തുള്ള വീട്ടിലുള്ളവർക്ക് വിറ്റ് പൈസ മേടിച്ച് അരി മേടിച്ച് ഞങ്ങൾക്ക് തരുമായിരുന്നു. ഇതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മ ഈ പറഞ്ഞതുപോലെ പണിക്ക് സ്ഥിരമായി പോകാൻ തുടങ്ങി. ഞങ്ങളെ ആയിട്ട് പോകുന്നത് 5:30 PM ആ കാലത്ത് 2-3 ബസ് അവിടെ ഉള്ളൂ. ഒരു PMS ഉണ്ട്, ഒരു കോമ്രേഡ് ഉണ്ട്, ഒരു ജീസസ് ഉണ്ട്. എന്താണെങ്കിലും ജീസസ് ഒന്നും വരുന്നവരെ നിന്നില്ല. ഈ 5 മണിക്ക് 5-നോ 5:15 ആ സമയത്തുള്ള PMS കയറിയാണ് അങ്ങ് പോവുക. കോതോങ്കലത്തി എന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു KSRTC വണ്ടിയിൽ കയറിയാണ് തൃശ്ശൂർ ഇറങ്ങുന്നത്. അതന്ന് കോഴിക്കോടിന് പോകുന്ന വണ്ടിയായിരുന്നു. തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മണ്ണൂത്തിക്കുള്ള ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയാണ് കാളത്തോട് ഇറങ്ങുന്നത്. ഇടതുവശത്ത് ഇറങ്ങുമ്പോഴേക്കും അവിടെ ഒരു സ്കൂളുണ്ട്. എന്നിട്ട് വഴി മുറിച്ച് കിടക്കുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ഒരു ആശുപത്രി, ഒരു ചെറിയ ക്ലിനിക്ക് പോലത്തെ. അതിൻ്റെ ചേർന്ന് തന്നെ ഒരു മസ്ജിദുണ്ട്. ഈ മസ്ജിദിനും ആശുപത്രിക്കും കൂടി ഇടയിലൂടെ ഒരു മൺ റോഡ് പോകുന്നുണ്ട്. ആ മൺ റോഡിലൂടെ ഒരു 300 മീറ്റർ 400 മീറ്ററൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് അനാഥശാല. അപ്പോൾ ഈ കാറ്റത്ത് കടകട ശബ്ദത്തിൽ ആടുന്ന നീലയിൽ വെള്ള മഷി കൊണ്ട് പ്രിൻ്റ് ചെയ്ത് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ബോർഡ് അനാഥശാലയുടേത് അവിടെ കിടപ്പുണ്ട്. സ്ഥാപനത്തിൻ്റെ ശരി പേര് ഞാൻ പൊതുവേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ അത് ചെന്ന് കഴിയുമ്പോഴേക്കും ഇടതുവശത്ത് ആ വഴി ഇങ്ങനെ തുടരുക. അത് തുടർന്ന് അങ്ങ് പോകുന്നതിന് മുമ്പ്
ചെന്ന് നിൽക്കുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു കുറച്ച് വീടുകളുള്ളൊരു സ്ഥലമുണ്ട്. അതെത്തുന്നതിന് മുമ്പ് അനാഥശാലയുടെ പറമ്പുമായിട്ട് ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുന്ന ഒരു തോടുണ്ട്. അതിൻ്റെ മുകളിലുള്ള കലുങ്കൊണ്ട്. അപ്പോൾ ആ വഴി അവിടെ ചെന്ന് അവസാനിക്കും. അത് അവസാനിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇടതുവശത്ത് അനാഥശാലയുണ്ട്. ഇതിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന ഒരു മുന്തളം, സിമെൻറ്റിട്ട് തറ. ഈ അനാഥശാലയുടെ പറമ്പിൻ്റെ അതിരുകളെ കാണിക്കാനായിട്ട് ഒരു ചെമ്പരത്തി വേലിയാണ് നല്ല ഇടതൂർന്ന് വളർന്ന് നിൽക്കുന്നത്. അത് കുറച്ച് സ്ഥലങ്ങളിൽ ചുമപ്പാണെങ്കിൽ പല നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന ചെമ്പരത്തിയാണ്. നട്ടവരൊക്കെ കളറൊന്നും നോക്കിയല്ലല്ലോ നട്ടത്. അപ്പോൾ ഈ ചെമ്പരത്തി വേലിയോട് ചേർന്ന് ഈ അനാഥശാലയുടെ ബിൽഡിംഗ് എത്തുന്നതിൻ്റെ ഇടതുവശം ചേർന്ന് പല തരത്തിലുള്ള റോസാപ്പൂക്കളുള്ളതുണ്ട്. അത് ഞാൻ എഴുതി വന്നപ്പോൾ അത് വന്നില്ലെന്നത്. അത് പലതരത്തിലുള്ള റോസകൾ ഇങ്ങനെ വെട്ടി നിന്നിട്ട് നിറച്ച് പൂക്കളവിടെ. മറ്റേ സൈഡിൽ പറമ്പാണ്. അതിൻ്റെ അങ്ങേയറ്റത്തൊരു തൊഴുത്തുണ്ട്. ഈ മൊന്തളം കഴിഞ്ഞ അകത്തേക്ക് വിശാലമായൊരു ഹാളാണ്. ആ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് മൊന്തളത്തിൻ്റെ ഒരു സൈഡിൽ ഇടതുവശത്ത് ഒരു ബ്യൂറോ ഉണ്ട്. അവിടെ ഈ സ്ഥാപനത്തിൻ്റെ തലൈവിയായിട്ടുള്ള അമ്മച്ചി എന്നാണ് നമ്മൾ ഒഫീഷ്യലി അവരെ വിളിക്കേണ്ടത്. നമുക്ക് വേറെ പേര് വിളിക്കാൻ പറ്റത്തില്ല. മാഡം എന്നൊന്നും വിളിക്കുന്നില്ല. അമ്മച്ചി, എല്ലാവരുടെയും അമ്മച്ചിയാണ് പുള്ളിക്കാരി. അപ്പോൾ ആ അമ്മച്ചി ഈ മുറിയിലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവരെ കാണുന്നില്ല. അപ്പം മെലിഞ്ഞ് ഇരുണ്ട നിറമുള്ള ഒരു സ്ത്രീ സാരിയൊക്കെ ഉടുത്ത് വരിക. അപ്പം അമ്മയ്ക്ക് അന്നേ കാലത്ത് ഒരു റോസ് സാരി മാത്രമേ ഉള്ളൂ. ആ സാരി ഉടുത്താണ് അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സഞ്ചിയാണ് ഉള്ളത് എല്ലാവരുടെയും. ആ കൂട്ടി 2 ജോഡിയുള്ളൂ. അവിടെ യൂണിഫോം പോലും അവിടെ ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ യൂണിഫോം ഉണ്ടായിരുന്നില്ല പാറത്തോട്ടിൽ. ഈ കാളത്തോട്ടിലെ അനാഥശാലയിൽ പോകുമ്പോൾ അവിടുത്തെ സ്കൂളിൽ യൂണിഫോം ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ്. അതുപോലും അനാഥശാലയിൽ നിന്ന് കിട്ടുമെന്നും നെറ്റിക്കിടാനുള്ള തുണികളൊക്കെ അവിടെ നിന്ന് തരുമെന്നും ലൈസാൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറെ ഇല്ലല്ലോ. ഇതിൻ്റെ വലതുവശത്തായിട്ട് ഈ അമ്മിണി ചേച്ചിയും മറ്റ് ആയമാരും കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മിണി ചേച്ചി അമ്മയുടെ കയ്യിൽ കുറേ ഫോമുകൾ കൊടുത്തു. അതൊക്കെ പൂരിപ്പിച്ചു. എല്ലാം അവർ തന്നെ പൂരിപ്പിച്ചോളും, അമ്മ ഒപ്പിട്ടാൽ മതി. അമ്മ ചെറു എന്ന് പറഞ്ഞാണ് ഒപ്പിടുന്നത്. അപ്പോൾ ഈ മേരിക്ക് 3ാം ക്ലാസ്സിൽ 3ാം പാഠം വരെ മാത്രമേ മേരി പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളൂ എൻ്റെ അമ്മ. അപ്പോൾ ഈ ഒപ്പിടുന്നതൊരു ചിഹ്നമാണ്. ഈ അച്ഛൻ്റെ വട്ടത്തിൽ കറക്കിയിട്ട് ഇങ്ങനൊരു വരയിടുന്നതാണ് അമ്മയുടെ ഒപ്പ്. അപ്പോൾ ഇതൊക്കെ ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മച്ചി ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അമ്മച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വെള്ളയാണ്. വെള്ള മുണ്ടും വെള്ള ചട്ട അടുക്കിട്ടെടുത്ത് പുള്ളിക്കാരത്തേക്ക് നീണ്ട മുടിയുണ്ട്. ആ മുടിയുടെ നീളം പിന്നീട് മനസ്സിലായി. ഇത് മായിക്കെട്ട് കെട്ടി ഇങ്ങനെ ഉയർത്തി കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് ഈ നേരിത് നല്ല അടുക്കി നല്ല സ്റ്റൈൽ. ഞാനതുപോലെ ആരെയും പിന്നെ കണ്ടിട്ടില്ല, അതിന് മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. നല്ല മടക്കി നല്ല ഞെറിവൊക്കെ ഇട്ട് കുട്ടിയിട്ട് ഇവിടെ അന്ന് കണ്ടതൊരു സിൽവർ നിറത്തിലുള്ള ഒരു പൗച്ചും കുത്തിയിരിക്കുക. അവർ വന്നുവെച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അവരെ കാണുമ്പോൾ ഭയമാവും. വെളുത്ത് സുന്ദരിയായൊരു സ്ത്രീയാണ് കേട്ടോ. പക്ഷെ അവരെന്തോ ഭയം എന്നിൽ ജനിപ്പിച്ചിരുന്നു. എനിക്കന്ന് 8 വയസ്സല്ലേ. ഓണാവധി കഴിഞ്ഞാണ് ചെല്ലുന്നത്, 3ാം ക്ലാസ്സിലെ ഓണാവധി കഴിഞ്ഞ്. അപ്പോൾ 2 വർഷം അവിടെ താമസിച്ചാൽ മതി എന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. അന്നേരത്തേനും നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ അമ്മ സെറ്റാക്കാമെന്നാണ്. കടമെല്ലാം വീട്ടി പിന്നെ അമ്മയുടെ കൂട്ടത്തിലാണെന്നും. പക്ഷേ അന്ന് അവർ അമ്മയെ ഞങ്ങളെ അന്ന് കൂട്ടത്തിൽ കിടന്നു. അവിടെ ആ ഹാളിൽ ഈ മൊന്തളത്തിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോഴേക്കും വിശാലമായ ഹാളിൻ്റെ 2 സൈഡിലും വേറെ മുറികളുണ്ട്. ആ മുറികളിൽ പെൺകുട്ടികളാണ് താമസിക്കുന്നത്. അക്കാലത്ത് അവിടെ ഈ കൊച്ചു കുട്ടികൾ, അതായത് ജനിച്ച ആരെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുന്നു, ആരെങ്കിലും കൊടുക്കുന്നു ആയിട്ടുള്ള കുട്ടികളെ അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ ഹാളിൽ മുഴുവനും 8-10 ആയിരിക്കില്ല, കുറേ തൊട്ടികൾ കെട്ടിയിട്ടുണ്ട്. അതിനകത്തെല്ലാം കിടന്ന് കുട്ടികൾ കാറുന്നുണ്ട്. താഴെയെല്ലാം മലവും മൂത്രവും എല്ലാം ഉണ്ട്. ഈ വലിയ ഹാളും കഴിഞ്ഞ് അപ്പുറത്തെത്തുമ്പോഴാണ് വലതുവശത്ത് കിച്ചണും ഇടതുവശത്ത് കിച്ചണും വലതുവശത്ത് ഈ ഊണുമുറി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പോലെയുള്ള ടേബിളാണ്, ഇരുമ്പ് കൊണ്ടുള്ളതോ പിന്നെ ഈ കോൺക്രീറ്റിൻ്റെ സീറ്റ്, പിന്നെ ബെഞ്ച്. അമ്മയും ഞങ്ങളെയും വേറൊരിടത്ത് മാറ്റിയിരുത്തിയാണ് അന്ന് ഭക്ഷണം കഴിച്ചത്. രാത്രിയിൽ അമ്മയുടെ ഇടതുവശത്ത് ബിന്ദുവും വലതുവശത്ത് കയ്യിൽ ഞാനും നിലത്ത് ഷീറ്റൊക്കെ വിരിച്ച് അവിടെ കിടന്ന് ആ പിള്ളേർ കിടന്ന് കാറി ഒച്ച വെക്കുന്ന ആ പ്രദേശത്ത്. എൻ്റെ ഇപ്പുറത്ത് ലാലി.
അപ്പോൾ എന്നെയും കടന്ന് അമ്മയെ എത്തിപ്പിടിച്ചാണ് അവൾ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങിയത്. പക്ഷെ അന്ന് രാത്രിയിൽ അമ്മ ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് പതിവ് പോലെ കിടന്ന് മുള്ളണ്ട വന്നു. പക്ഷേ അമ്മ അടിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ അന്നേരവും അമ്മ ഏറ്റിരിക്കുക. കാരണം മുള്ളി തുടങ്ങിയത് അമ്മ എന്നെ കുലുക്കി ഏൽപ്പിച്ചു മുള്ളാൻ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അന്ന് ആ കുട്ടികളുടെ എല്ലാം കൂട്ടത്തിലിരുന്നല്ല ഞങ്ങൾ ഭക്ഷണം കഴിച്ച്. ഞങ്ങളൊരു സെപ്പറേറ്റ് മാറ്റിയിരുത്തി കഴിച്ച്. ചോറൊക്കെയാണ് തന്നത്. ശരിക്കുള്ള ഭക്ഷണം എന്നാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ടാണ്. അന്ന് രാവിലെ അമ്മ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവരുടെ ആ മതിലും കടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വഴിയിലെത്തും. വലത്തോട്ട് പോയി ആ മസ്ജിദൊക്കെ ഇരിക്കുന്നിടത്ത് കാളത്തോട്ട് ടൗണിലേക്ക് ചെല്ലും. ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലങ്ങളും അവിടെയുള്ള കെട്ടിടങ്ങളും അത് കഴിഞ്ഞ് കാണുന്ന പാടവും എല്ലാം അമ്മച്ചിയുടേതായിരുന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അപ്പോൾ അമ്മ പോകുമ്പോൾ ഞങ്ങൾ ആ ചെമ്പരത്തി വേലിയുടെ അടുത്തിങ്ങനെ നിൽക്കുക. അവിടെ കടന്ന് ഒരു തടിമില്ലുണ്ട് അടുത്ത വശത്ത്. അതിലൂടെ ഇങ്ങനെ അമ്മ ഇങ്ങനെ പോകുമ്പോഴേക്കും നമ്മൾ കുറേ അങ്ങ് പോകുമ്പോഴേക്കും ഇങ്ങനെ പൊട്ട് പോലെ ചെറുതായിട്ട് വരും. അന്നേരം 8 വയസ്സുള്ള കൊച്ചിന് ആ കമ്പിളി കണ്ടവും ജീവിച്ച കുന്നും ഞാവൽ മരങ്ങളും അതൊക്കെ പറിച്ച് തിന്നുന്നല്ലായിരുന്നോ ഈ കശുമാവിൻ്റെ പാമ്പഴവും. ശരിക്കും നമുക്ക് ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ശരിക്കും നമ്മളൊരു കുട്ടി പോലെ തന്നെ വളരുന്നതായിരുന്നു നമ്മുടെ കമ്പിളികണ്ടത്ത്. ഈ അനാഥരല്ലാതിരുന്നിട്ട് ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തോന്നുന്നത് അത് നമ്മളെ സ്നേഹിക്കുന്നവർ ഒത്തിരി ദൂരത്തിലുണ്ടെന്നുകൂടെ ആകുമ്പോഴേക്കും അതൊരു കുഞ്ഞിനുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് നമുക്ക് 50 വയസ്സ് കഴിഞ്ഞാലും പോകത്തില്ല. പിന്നെ ആ കൂട്ടത്തിൽ അനുഭവിക്കുന്ന കുറേ ദുരന്തങ്ങളും കൂടി ഉണ്ടെങ്കിൽ ആ അനാഥത്വത്തിൻ്റെ വേദന വീണ്ടും ഇങ്ങനെ തേട്ടി വന്നുകൊണ്ടിരിക്കും. അമ്മ അങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നിയത് ശരിക്കും ഞാനെന്ന കുട്ടി ആ നിമിഷത്തിൽ തന്നെ മരിച്ചുപോയി എന്നാണ്. യഥാർത്ഥത്തിൽ ആ ഒരു മോമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന ആ മോമെൻ്റ് ഇറ്റ് നെവർ ഗോസ് ഔട്ട് ഓഫ് മീ. ഇറ്റ്സ് ഇമ്പോസിബിൾ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മിണി ചേച്ചി വന്ന് വേറെ 2 ആയയുണ്ട്. അവർ വന്ന് ലാലിയും ബിന്ദുവിനെയും കയറ്റി ആ വലിയ ഹാളിലേക്ക് കൊണ്ടുപോയി. കുറച്ചുകൂടെ കഴിഞ്ഞാണ് ഞാനന്നേരത്തിന് ഒച്ചത്തിൽ കാറി അമ്മയുടെ പുറകെ ഓടാൻ നോക്കി. ഈ അമ്മിണി ചേച്ചി വന്ന് എന്നെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ ഞാൻ കരച്ചിൽ അവരിങ്ങനെ കുതിർച്ചിട്ട് ഞാൻ പിന്നെ അമ്മയെന്ന് വിളിച്ച് ഉറക്കി കയറാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്മച്ചി ഈ പാമ്പിനെയൊക്കെ കൊല്ലാനായിട്ട് ഈ കോട്ടയം ഭാഗത്തുള്ള വീടുകളിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല പാമ്പ് ശല്യത്തിന് ഒരു ഫണ്ണമുള്ള ചൂരലുണ്ട്. അവരന്ന് അതുമായിട്ട് ഇറങ്ങി വന്നിട്ട് തല തൊട്ടെൻ്റെ കാല് വരെ തല്ലി. ഞാൻ അമ്മയെന്ന് വിളിച്ച് കാറ് നിർത്തുന്നു വരെ തല്ലി. പിന്നെ കുറച്ച് കഴിയുമ്പം തല്ല് കിട്ടിയാലും അതറിയാത്ത പോലെയാവും. ശരിക്കും അവരോടൊന്നും പകയൊന്നും ആയിട്ടല്ല ഞാനിത് പറയുന്നത്. ചിലപ്പോൾ കേരളത്തിലൊന്നും അങ്ങനെയൊന്നും ഇപ്പം കാണില്ല. പക്ഷെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ ഈ പുസ്തകം എഴുതിയത് പോലും ഇനി ആർക്കും അങ്ങനെ വരരുതെന്ന് പറയാനോ. എന്നിട്ട് ആ അടിയുടെ പാട് ഇങ്ങനെ ആ വടിയുടെ പോലെ വണ്ണത്തിൽ നമ്മുടെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ അവരുടെ തൊഴുത്തിൻ്റെ ഇപ്പുറത്ത് പുല്ല് വെട്ടിയതല്ല, ഈ പുല്ല് പറ്റ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അത് ഈ പശുക്കളുണ്ട്, അവർക്ക് 8-10 എണ്ണം. അതിനെ തീറ്റുന്നതുകൊണ്ടാണ്. കുറേ തെങ്ങുകളും ഉണ്ട്, ഇച്ചിരി ഇടവിട്ട് പറമ്പുണ്ട്. ഇളകിക്കിടക്കുന്ന മണ്ണല്ല, തറഞ്ഞ നിലമാണ്.
അപ്പോൾ ആ തെങ്ങിൻ്റെയൊക്കെ അപ്പുറത്തെ ആ പുല്ലിനകത്ത് പോയിരുന്ന് ഞാൻ ഈ പൊങ്ങി വന്നിരിക്കുന്ന അടിയുടെ പാടുകളെ നോക്കി തന്നെ ഇങ്ങനെ, എന്നിട്ട് എനിക്ക് കരയാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, കരച്ചിലൊന്നും വരുന്നുമില്ലെന്നേ. അത് യഥാർത്ഥത്തിൽ വരുന്നത് ഇതൊക്കെ നോർമലാണെന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ചിന്തിക്കാൻ തുടങ്ങും. അതാ ഏറ്റവും വലിയ ദുരന്തം. ഇവർ ഈ അടിക്കുമ്പോഴൊക്കെ പറയും നിനക്ക് കിട്ടേണ്ടതാണ് കിട്ടിയെന്ന്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറയും ഇതിനുള്ള അർഹതയാണ് നമുക്കുള്ളതെന്ന്. അപ്പോൾ അത് നാച്ചുറലായിട്ട് അടി മേടിക്കേണ്ട ആളായി നമ്മൾ തീരുക. അത് കഴിഞ്ഞ് ഈ തോട്ടിൽ നിന്നുള്ള വേറൊരു കുടുംബത്തിലെ കുട്ടികളെ, അവർക്ക് അപ്പനും അമ്മയൊക്കെ ഉള്ളതാണ്, അത്ര ബുദ്ധിമുട്ടി ജീവിക്കുന്നതല്ല. എന്തോ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ അതിൻ്റെ തലേ വർഷം തൊട്ടേ താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു കാരണമായിരുന്നു അമ്മയുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ്, അവിടെ പോയാൽ നല്ലതാണെന്ന്. അപ്പോൾ അവിടെ നിന്നുള്ള അലോഷി, അവൻ്റെ പെങ്ങളും ഉണ്ട് അവിടെ, അവൻ്റെ മൂത്ത പെങ്ങൾ അലോഷി എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് ദേഹത്തൊക്കെ, ഈ അടുക്കളയുടെ പുറകിലായിട്ടൊരു കിണറുണ്ട്, ഈ ഇരുമ്പ് തൊട്ടിയിൽ കോരി എൻ്റെ ദേഹത്തൊഴിച്ച്, കുളി എന്ന് പറയുന്നത് വെള്ളം ഒഴിക്കുന്ന, അല്ലാതെ അവിടെ സോപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല, ദേഹത്തൊഴിച്ച് അന്ന് തൊട്ടേ പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങി. കാരണം ഓണാവധി തീരുന്ന ദിവസമായിരുന്നു ഞങ്ങൾ ചെന്നത്. പള്ളിക്കൂടത്തിൽ പോയിരുന്നത് ഈ അമ്മച്ചിയുടെ തന്നെ സഭയിൽപ്പെട്ടൊരു സ്കൂളിലാണ്. ആ സ്കൂളുകൾ ഈ അമ്മച്ചിയുടെ സഭ നടത്തിക്കൊണ്ടിരുന്ന ഈ ഡിഒ വരുന്നൊരു ഇടപാടുണ്ടായിരുന്നു, അതിപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതൊക്കെ വരുമ്പോഴേക്ക് ഡിഒ വരുന്ന സമയത്ത് നമുക്കൊരു പനി വരാൻ പോലുള്ള അവകാശമില്ല, കാരണം അന്നേരം അവിടെ ആബ്സെൻ്റ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ പനി വന്നാലും അടി കിട്ടും. അപ്പോൾ പനി വന്നാലും ഡിഒ വരുന്ന ദിവസമാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ള അവകാശമില്ല, പള്ളിക്കൂടത്തിൽ പോകണം. ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അന്നേരം അടി കിട്ടും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ചെല്ലുന്ന വർഷം, ഞാൻ ആ 3 പഠിക്കുന്ന കാലം തീരുന്നത് വരെയും ഈ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ തന്നെയാണ് ആൺകുട്ടികൾ, എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളും കിടക്കുന്നത്. കാരണം അപ്പോൾ ബിന്ദുവും ലാലിയും ഞാനും ഒന്നിച്ചാണ് കിടക്കുന്നത്. 3ാം ക്ലാസ് ഇതിനോടിടയ്ക്ക് അമ്മ അവധിക്കാലത്ത് ഒരു പ്രാവശ്യം വന്നു. ആ വരുമ്പോഴെല്ലാം തറയിൽ ഇത് വിരിച്ച് പാവിരിച്ച് ഷീറ്റൊക്കെ പുതച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കും. ആ രാത്രി അങ്ങ് തീർന്നു പോകരുത് എന്നാണ് അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അമ്മ വരുമ്പോഴൊക്കെ നമുക്ക് ഭക്ഷണം വേറൊരിടത്തായിരുന്നു കൊടുക്കുന്നത്, അത് പിള്ളേർക്കുള്ള സ്ഥലമാണെന്ന് പറയും. അപ്പോൾ അമ്മ ഒരിക്കലും അറിയാറില്ല ഞങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം എന്താണെന്ന്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് നോർമലായിട്ട് ഗോതമ്പ് കഞ്ഞിയാണ് വൈകുന്നേരം. ഈ ഗോതമ്പ് കഞ്ഞി എന്ന് പറയുന്നത് തിളപ്പിച്ചിട്ട് ഈ സ്റ്റീലിൻ്റെയോ ഇരുമ്പിൻ്റെയോ ഈ ബക്കറ്റിലാണ് പിടിച്ച്, ഈ തൊട്ടിയുണ്ടല്ലോ വെള്ളം കോരാനായിട്ട് ഉപയോഗിച്ചിരുന്നത്, അതുപോലെ അതേ സാധനം തന്നെയാണ് ഈ ഗോതമ്പ് കഞ്ഞി വിളമ്പുന്നത്. വെളുത്ത കിണ്ണങ്ങളിലാണ് ഇത് കുഴിവുള്ളത്. എല്ലാവർക്കും അവനവൻ്റെ പാത്രമുണ്ട്. അപ്പോൾ അത് കഴുകി കമത്തിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് വിളമ്പിടും. അപ്പോൾ നമ്മൾ കഴിക്കാനങ്ങ് തുടങ്ങുമ്പോഴേക്കും ഈ വെളുത്ത പുഴു, വെള്ളം ഏറെ ചേർത്ത ഗോതമ്പ് കുറവാണ് അതിനകത്ത്, വെള്ളമാണ് കൂടുതൽ. ഇതിൻ്റെ മുകളിൽ ഈ പുഴുക്കൾ ചത്ത് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങിയാണ് കിടക്കുന്നത്. അതൊക്കെ പഠിച്ചത് ശാസ്ത്രീയമായിട്ട് ഞാനത് പഠിച്ച അനാഥശാലയില്ല. അപ്പം അതിങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പം നമുക്കത് അറപ്പ് കാണിച്ച് കഴിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ശരിക്കും അങ്ങനെ അറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അറപ്പ് തോന്നിയിട്ടില്ല അതിനോട്. പുഴു തിന്നാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിനെ കാണുന്ന 3-4 ഉണ്ടെങ്കിൽ അതിനെ പെറുക്കി മാറ്റി സൈഡിൽ ഈ ടേബിളുണ്ടല്ലോ, ഈ ഇരുമ്പിൻ്റെ ആ ടേബിളിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അത് വാരിക്കൊണ്ട് പോകണം. പക്ഷേ ഒത്തിരി പേരും അങ്ങനെ അതിനെയൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 4ലേക്ക് കടക്കുമ്പോഴേക്കും എൻ്റെ സ്ഥാനം അവിടെ നിന്ന് മാറുക. അപ്പം ഞാൻ മുതിർന്ന ആൺകുട്ടി. അപ്പോൾ ഈ മെയിൻ എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത് വഴി മസ്ജിദിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴി കടന്ന് അതിനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടക്കും, മൺപാതയാണ് കിടക്കുമ്പോൾ അവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങുകളിൽ തൊട്ടടുത്ത സ്കൂളുകളിലോ ബാങ്കുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് ഒരു നീണ്ട ഒരു ബിൽഡിങ്ങിൽ, എതിർവശത്തുള്ള വഴിക്ക് പാരലായിട്ട് ആ ബിൽഡിങ്ങിൽ അവിടെ ഒരു ബാലിക, ഈ പറഞ്ഞ അംഗൻവാടി മോഡലിലൊരു നേഴ്സറിയാണ്. തൊട്ടടുത്ത ലക്ഷറി ആയിട്ടുള്ള ആ ക്വാർട്ടറിൽ നിന്ന് ചെന്ന് നിൽക്കുന്നിടത്ത് നല്ല വലിയ ബിൽഡിങ്ങാണ്. അതിൻ്റെ അർത്ഥം അവിടെ താമസിക്കുന്നവരൊക്കെ
നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നവരാണ്. അവിടുത്തെ ആളുകൾ ജോലിക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ടീച്ചർമാരവർക്ക് തീരെ കുഞ്ഞു കുട്ടികളെ നോക്കുന്ന ക്രഷാണത്, ക്രഷ്. അപ്പോൾ ആ ക്രഷ് ഈ അമ്മച്ചിയുടെ തന്നെ ജോലിക്കാർ നടത്തുന്നതാണ്, അമ്മച്ചി നടത്തുന്നതാണ്, ജോലിക്കാരവിടെ ഉണ്ട്. അത് അനാഥാലയത്തിലെ കുട്ടികളുമായിട്ട് അതിന് ബന്ധമില്ല, അമ്മച്ചിയുടെ ബിൽഡിങ്ങിൽ പെട്ടവരാണ്. അവിടവും കടന്ന് മുമ്പോട്ട് നമ്മൾ കണ്ടത്തിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ മൺപാത അങ്ങ് തുടർന്ന് തീരുന്നത് വയലുകളിലാണ്. ആ വയലിൽ എത്തിപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ട് നിലയുള്ള ഒരു ചുടുകട്ട വെച്ച ഒരു കെട്ടിടമുണ്ട്. അത് തേക്കുകയോ പെയിൻ്റ് അടിക്കുകയോ ചെയ്തതായിരുന്നില്ല. അതിൻ്റെ അടിയിൽ ഒരു ടോയ്ലറ്റുണ്ട്. പക്ഷെ അത് പൊതുവിൽ പറയുന്ന 18 വയസ്സ് വരെയാണ് അനാഥശാലയിൽ താമസിക്കാമെന്നാണ്. അമ്മച്ചി അന്ന് പറഞ്ഞപ്പോഴും അമ്മണി ചേച്ചി അമ്മയോട് പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞത് 18 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ് ഇവിടെ, ഈ പിള്ളേർക്ക് 18 വയസ്സ് വരെ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ അവിടെ ചേർക്കുന്നത്. അപ്പോൾ അമ്മണി ചേച്ചി പറഞ്ഞതോ അല്ലെങ്കിൽ അമ്മച്ചി പറഞ്ഞോ ഒന്നും ആയിരുന്നില്ല ശരിക്കുമുള്ള കാര്യം. ഈ 18 വയസ്സ് കഴിഞ്ഞ് നമുക്ക് പോകാനൊരു സ്ഥലമൊക്കെ വേണ്ടേ, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞും പോകാൻ സ്ഥലമില്ലാത്ത ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ചുടുകട്ട വെച്ച് പണിത ഈ 2 നില കെട്ടിടത്തിൻ്റെ പെയിൻ്റ് അടിക്കാത്ത തേക്കാത്ത ആ കെട്ടിടത്തിൻ്റെ 1ാമത്തെ നിലയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അതൊരു തുറന്ന ഹാളാണ്, മുറികളൊന്നുമില്ല. അവിടെ നിരനിരയായിട്ട് പാവിരിച്ചാണ് ഞങ്ങൾ ആൺകുട്ടികളെല്ലാവരും കിടക്കുന്നത്. അപ്പോൾ ആൺകുട്ടികളെന്ന് പറയുമ്പോഴേക്കും 4ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന എല്ലാവരും. ആ അനാഥശാലയിൽ അപ്പോൾ മൊത്തത്തിലൊരു 100-120 പിള്ളേരുണ്ട്. ഇപ്പോൾ അവിടെ 22 മിനിറ്റേ ഉള്ളൂ. പുതിയ നിയമങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് തൃശ്ശൂർ ജില്ലയിലെ കുട്ടികളെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അമ്മച്ചിയുടെ സ്ഥാപനം ഇപ്പോൾ അവരുടെ സഭയിലെ കന്യാസ്ത്രീകളേറ്റ് നടക്കുക. വളരെ നല്ലതായിട്ടാണ്. പുതിയ ബിൽഡിങ്ങുകളുണ്ട്, സെപ്പറേറ്റ് സൗകര്യങ്ങളുണ്ട്, പഠിക്കാനുണ്ട്, കിച്ചൺ നല്ല സൂപ്പറാണ്, എല്ലാം നല്ലതാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഓരോ വർഷം അവിടെ പോകാറുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി. ഈ അമ്മണി ചേച്ചി വന്നിട്ട് വളരെ ബഹുമാന പുരസ്സരം അന്നത്തെ ശിക്ഷ അവതരിപ്പിക്കും. അത് പല പല കുറ്റകൃത്യങ്ങളുണ്ടാവും. അത് 1-2 പേർക്ക് അന്നേരം ഈ അമ്മച്ചിയുടെ ചൂരലുമായിട്ട് ഈ ചേച്ചിമാരിൽ ഒരാൾ ഇങ്ങനെ പിടിച്ചാൽ വരുന്നത്. ഈ ചൂരലെന്നൊക്കെ പറയുമ്പോൾ എന്തോ അങ്കവടിയോ പോലെ ആയി വരുന്നത്. അപ്പോൾ അതുമായിട്ട് ഇങ്ങ് വന്ന് അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിച്ച് അത് വെച്ച് അങ്ങോട്ട് പെരുക്കും നന്നായിട്ട്. അത് കരഞ്ഞാൽ കൂടുതൽ കിട്ടും. അതുകൊണ്ട് മിക്കവാറും കുട്ടികളാരും കരയാറില്ല, എന്നെ അടി കിട്ടിയാലും. ഈ കരഞ്ഞാൽ നമുക്ക് ഒത്തിരി അടിയാണ് കിട്ടുന്നത്. കരഞ്ഞില്ലെങ്കിൽ ഒരു 5-8 അടിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ കരയുമ്പോൾ നമ്മൾ കുതറുകയൊക്കെ ചെയ്യുവാണെങ്കിൽ തലയിലൊക്കെ അടി കിട്ടും. അപ്പോൾ അതിലും നല്ലത് ഈ കൈയും കാലും, കൈ എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നുമല്ല, ഇവിടം തൊട്ട് ഈ ഒരം തൊട്ട് താഴെ വരെയുള്ള കൈക്കും കാലിനും കിട്ടുന്നത് കുഴപ്പമില്ല. പുറത്തെ ചങ്കയിൽ തലയിലൊക്കെ അടി വീഴും നമ്മൾ കുതറുകയോ ഒച്ച വെക്കുകയോ അലറി കരയുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്.